പ്രിയപ്പെട്ടവരെ, നമസ്തേ. കഴിഞ്ഞ ആഴ്ച നാം ഒരു ദുഃഖകരമായ വാർത്ത കേട്ടു. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ജോയ് എന്ന ഒരു ഹതഭാഗ്യന്റെ കഥ. ഈ മരണം ആമയിഴഞ്ചാൻ തോട്ടിലെയും മറ്റ് തോടുകളിലെയും മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും 2015 ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിയെക്കുറിച്ച് ഒന്നുകൂടി വിശകലനം ചെയ്യാനും വഴിയൊരുക്കി. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി മിക്കവാറും എല്ലാ ചാനലുകളിലും ഇതുതന്നെയായിരുന്നു ചർച്ച. 2015 ഓപ്പറേഷൻ അനന്ത നടത്തിയപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുകയും തിരുവനന്തപുരം നഗരത്തെ വെള്ളക്കെട്ടിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ മാർഗം എന്തുകൊണ്ട് പിന്നെ പിന്തുടർന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചാനൽ ഡിസ്കഷനുകൾ കുറേയൊക്കെ ഞാൻ പങ്കെടുത്തു. ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്നാലാവുന്ന വിധം ഞാൻ മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഇതിനെക്കുറിച്ചൊരു പൂർണ്ണമായ രൂപം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതി എന്തായിരുന്നു, എങ്ങനെയാണ് അത് ഉടലെടുത്തത്, അത് പിന്നെ മുന്നോട്ട് പോകാനുണ്ടായ തടസ്സങ്ങൾ എന്തായിരുന്നു, ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്ത്, ഇത് ചർച്ചാ വിഷയമാക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. 2015 ഞാൻ ചീഫ് സെക്രട്ടറി ആയ സമയത്ത് ഏതാണ്ട് ഒക്ടോബർ മാസമാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഫ്ലഡ്, ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി. കൊടും മഴ. ഞാൻ എൻ്റെ ഓഫീസ് കാറിൽ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അന്ന് കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകേണ്ട എന്തോ ഒരു ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് കൊച്ചാർ റോഡ് വഴി ഇടപ്പഴിഞ്ഞി ആ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കൊച്ചാർ റോഡിലെത്തിയപ്പോഴേക്കും അവിടെ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. മുന്നോട്ട് പോകാൻ നിവർത്തിയില്ല. കാറ് ഒരു ബോട്ട് പോലെ വെള്ളത്തിൽ ഒഴുകുകയായിരുന്നു. അപ്പോൾ ഡ്രൈവർ വളരെ പ്രയാസപ്പെട്ടിട്ട് തിരികെ കുറച്ചുകൂടി ഉയർന്ന പ്രദേശത്തേക്ക് വണ്ടി തിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ ഒരാൾ, ഈ പറയുന്ന നിമിഷം വരെ എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ് എന്നെ വിളിച്ചതെന്ന്, എന്നെ ഫോൺ ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, കഴുത്തറ്റം വെള്ളമാണ്, ഇവിടെ ചത്ത എലികളും അമേധ്യവും ഒഴുകി നടക്കുന്നു, പാറ്റകൾ കൂട്ടമായി ആക്രമിക്കുന്നു, അടുത്തു നിന്ന സ്ത്രീ ഛർദ്ദിച്ച് വെള്ളത്തിൽ വീഴുന്നു, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഞങ്ങളും ഛർദ്ദിക്കുന്നു, എന്തൊരു ദുരിതമാണ് സാറേ, ഇതൊന്ന് മാറ്റാൻ സാറ് വല്ലതും ചെയ്യും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും ചെയ്യണം, അടിയന്തരമായിട്ട് ചെയ്യണം എന്ന് ആ മനുഷ്യൻ എന്നോട് കേണപേക്ഷിച്ചു. ഞാനത് വേണ്ടതുപോലെ പരിഗണിക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് വല്ല വിധേനയും എൻ്റെ ഓഫീസിലെത്തി. ഓഫീസിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എൻ്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരെയൊക്കെ എൻ്റെ മുറിയിലേക്ക് അടിയന്തരമായിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം ഒന്ന് പോയി ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് നമുക്ക് നേരിട്ടൊന്ന് പരിശോധിക്കാം, അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ കാറിൽ എൻ്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാറിൽ പോയി. അവരൊക്കെ പിന്നാലെ വന്നു. PRDക്കാരോട് ഈ പോകുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മോഡൽ സ്കൂളിൻ്റെ താഴെ മുതൽ പരിശോധന ആരംഭിച്ചു. അപ്പോൾ തിരുവനന്തപുരം മോഡൽ സ്കൂളിൻ്റെ താഴെ ചെങ്കൽച്ചൂള എന്നൊരു പ്രദേശമുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ ആ ചെങ്കൽച്ചൂള വഴി മോസ്ക് ലൈൻ, പിന്നെ നമ്മുടെ ബസ് സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റേഷൻ, അവിടെ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസ്, പിന്നെ റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെയുള്ള ടണൽ, അത് കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാട്ട് സെൻട്രൽ തിയേറ്റർ, പിന്നെ പഴവങ്ങാടി ഗണപതി കോവിൽ, അവിടെ നിന്ന് പുറകോട്ട് വീണ്ടും പടിഞ്ഞാട്ട് പോയി അത് അഭേദാനന്ദ ആശ്രമം വഴി പിന്നെ ലൂസിയ ഹോട്ടൽ വരെ പോകുന്ന ആ ഓടകളെല്ലാം ഞങ്ങൾ പരിശോധിച്ചു. പിന്നെ കുര്യാത്തി, വലിയശാല, ചാല തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടെ പോകുന്ന ഓടകളും ഞങ്ങൾ പരിശോധിച്ചു. അവിടെയെല്ലാം കണ്ട കാഴ്ച പരമദയനീയമായിരുന്നു. ഓടകൾ എന്നുള്ളത് ഇല്ല, മിക്കവാറും എല്ലാം കയ്യേറിയിരിക്കുകയാണ്.
പല സ്ഥലങ്ങളിലും ഈ ഓടകളുടെ മീതെ സ്ലാബ് ഇട്ടിട്ട് ആ പാർട്ടി ഓഫീസുകൾ, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ, ഒരു ലൈബ്രറി, പിന്നെ അമ്പലം, പിന്നെ ഒരു സ്ഥലത്ത് ഒരു കുരിശ്, ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. കാരണം ഇതിനെല്ലാം നീതീകരണം വേണമല്ലോ കയ്യേറ്റത്തിന്. അമ്പലമോ കുരിശോ കണ്ടാൽ പിന്നെ ആരും ഇവിടെ തൊടാൻ പോവില്ല. അതവർക്ക്, ഈ കയ്യേറ്റക്കാർക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ ഒരു അമ്പലമോ ഒരു പള്ളിയോ ഒന്നും ഒരു കുരിശും മൂടോ ഒന്നും ഉള്ളതല്ല. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അന്ധാളിച്ചു. എന്നിട്ട് ഞാൻ അവിടെ കുഴിയാത്തിയിൽ പോയ സമയത്ത് അവിടെ ഒരു വീട്ടിൽ കയറി. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ. അവിടെ വീട്ടില് നിറച്ചും വെള്ളമാണ്. ആ വീട്ടുടയവൻ ഒരു തോർത്തുമെടുത്ത് വെള്ളത്തിൽ നിൽക്കുകയാണ്, മലിന വെള്ളത്തില്. അയാളുടെ ഭാര്യ ഒരു മേശയുടെ പുറത്ത് കാലും പൂട്ടി ഇരിക്കുന്നു. അവരുടെ ദേഹം മുഴുവൻ വ്രണമാണ്. അപ്പൊ അവക്കൊണ്ട് നോക്കാൻ വയ്യ, അത്രമാത്രം അറപ്പുളവാക്കുന്ന ദൃശ്യമാണ്. അപ്പൊ ഞാൻ ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് അയാളോട് പറഞ്ഞപ്പോഴ് അയാൾ 2 കൈയും കൂപ്പി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് സാറിൻ്റെ മെട്രോയും വേണ്ട കുട്രോയും വേണ്ട, കുറച്ച് കുടിക്കാൻ നല്ല വെള്ളം തരുമോ, കുറച്ച് ശ്വസിക്കാൻ നല്ല വായു തരുമോ, ഞങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഇത്ര മാത്രം ചെയ്താൽ മതി എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. വസ്തുതയിൽ അത് ഹൃദയഭേദകമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിന്റെ പരാജയത്തിലേക്കാണ് അയാൾ വിരൽ ചൂണ്ടിയത്. ഒരു മനുഷ്യന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന് ഭക്ഷണം വേണം അല്ലെ, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ധരിക്കാൻ വസ്ത്രം വേണം, ഒന്ന് തലചായ്ക്കാൻ ഒരു ഇടം വേണം. ഇത് മൂന്നും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ വലിയ വലിയ പദ്ധതികളെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഞാനത് എൻ്റെ മനസ്സിൽ അത് കുറിച്ചിട്ടു. പിന്നെ ഞങ്ങൾ തിരികെ ഓഫീസിലെത്തി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു. ക്യാബിനറ്റ് നടക്കുന്ന ബുധനാഴ്ചയാണ്. അപ്പൊ രാവിലെ 8 മണിക്ക് ക്യാബിനറ്റ് തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് ഞാൻ രാവിലെ 6 മണിക്ക് എന്നെ ഓഫീസിൽ ചെന്ന് ഞങ്ങളുടെ ക്യാബിനറ്റ് റൂമിൽ ഈ ഞങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. 8 മണിയായപ്പോൾ മന്ത്രിമാരൊക്കെ വന്നു. അത് കഴിഞ്ഞ് ചീഫ് മിനിസ്റ്റർ വന്നു, ഉമ്മൻചാണ്ടി സാർ വന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് എനിക്ക് തരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കാണേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് 15 മിനിറ്റ് സമയം തരാം, അത് കഴിഞ്ഞിട്ട് മതി ചർച്ചയല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ മന്ത്രിമാരൊക്കെ പറഞ്ഞു, ഇത് എവിടെയാണ്, കേരളത്തിലോ തിരുവനന്തപുരത്തോ, വിശ്വസിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പ്രശ്നം, നമ്മളുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അറിയുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ കുര്യാത്തിയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് അതേപോലെ ഞാൻ ആവർത്തിച്ചു. അപ്പോഴെല്ലാവരും പറഞ്ഞു, ഇതൊരു ദയനീയമായ അവസ്ഥയാണ്, ഇത് മാറ്റിയേ തീരുള്ളൂ, ഇത് മാറ്റാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും എന്ത് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ആരിത് ചെയ്യും എന്നായി. അപ്പോൾ ഇത് ഇറിഗേഷൻകാർ ചെയ്യേണ്ട ജോലിയാണ്, അല്ലാതെ ചീഫ് സെക്രട്ടറി ചെയ്യേണ്ട ജോലിയൊന്നുമല്ല. അപ്പോൾ ഉടൻ തന്നെ മന്ത്രിമാർ പറഞ്ഞു, അത് അങ്ങനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല, ഇത് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇതൊക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഞാനിത് ചെയ്യുമ്പോൾ മന്ത്രിമാർ ഇതിനകത്ത് ഇടപെടാൻ പാടില്ല. കാരണം ഞാൻ പോയ ദിക്കുകളിലെല്ലാം കയ്യേറ്റങ്ങളുണ്ട്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ ചിലർക്ക് വേദന ഉണ്ടാവും. കാരണം ഒന്നുകിൽ ഞങ്ങളുടെ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളിൻ്റെതാണ്, അതൊന്നും വിട്ടേക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഇന്റർഫിയറൻസും ഒരു ഇടപെടലുകളും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നാൽ, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നാൽ ഞാനിത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു ബ്രീഫിങ്ങും ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ തന്നു. ഇതുവരെ എടുത്ത നടപടികൾ പൂർണ്ണമായി അംഗീകരിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ആ ജിജിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകിയിരിക്കുന്നു, ഇത് കംപ്ലീറ്റ് ഇത് ക്ലീൻ ചെയ്യണം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളുക എന്നിങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പെർമിഷൻ തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ പദ്ധതി ആരംഭിച്ചത്. പദ്ധതിക്ക് ഓപ്പറേഷൻ അനന്ത എന്ന് പേരിട്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ അനന്ത എന്ന് പറഞ്ഞാൽ അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ടാണോ ഈ അനന്ത എന്ന് പേരിട്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. അല്ലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ അനന്ത പത്മനാഭൻ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്ന അനന്ത പത്മനാഭൻ്റെതാണ്. പത്മനാഭനെ അനന്തൻ, 5 തലകളുള്ള
ഒരു വലിയ സർപ്പം അദ്ദേഹത്തെ കാത്തു മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അനന്തൻ എന്ന് പറഞ്ഞ സർപ്പം ഏതു പ്രകാരമാണോ അദ്ദേഹത്തിന് കാവലിരിക്കുന്നത്, അതുപോലെ നമ്മൾ ജനങ്ങളുടെ കാവൽക്കാരാകണം, അവരെ സംരക്ഷിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അനന്ത എന്ന പേര് ഇതിനിട്ടത്. ഓപ്പറേഷൻ അനന്ത പിന്നെ എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് ഞാൻ ചർച്ച ചെയ്യാൻ തുടങ്ങി. എൻ്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ജില്ലാ കളക്ടർ ബിജു പ്രഭാകരനെയും സബ് കളക്ടർ ഡോക്ടർ കാർത്തികേയനെയും എല്ലാം വിളിച്ചു. എൻ്റെ അസിസ്റ്റന്റ് ഡോക്ടർ വാസുകി, എല്ലാ ഇറിഗേഷൻ തുടങ്ങിയ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലെ സെക്രട്ടറിമാരെയും എല്ലാം വിളിച്ചിരുത്തി. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ. അതിന് ഞാൻ പറയാനുള്ള കാരണം, ഈ 2005 ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്നത് ദുരന്തം വന്നതിന് ശേഷം ചെയ്യേണ്ട നിയമമല്ല, ഉപയോഗിക്കേണ്ട നിയമമല്ല. ഈ ദുരന്തം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനാണ് അതിൽ പ്രസക്തി. അപ്പൊ അത് ഉപയോഗിച്ച് ഒരു ദുരന്ത നിവാരണം നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ ഒരു കാരണം, അതിൽ എടുക്കുന്ന നടപടികൾക്ക് നിയമപരിരക്ഷയുണ്ട്. അതിലെടുക്കുന്ന നടപടികൾ കീഴ്ക്കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ എടുക്കുന്ന നടപടികളിൽ അപ്പീൽ കൊടുക്കണമെങ്കിൽ ആ അപ്പീല് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പരിരക്ഷയുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആള് ചീഫ് മിനിസ്റ്ററാണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, പിന്നെ ജില്ലയിലെ ജില്ലാ കളക്ടറുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വലിയ ഒരു വജ്രായുധം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ ഈ ആയുധം ഉപയോഗിച്ച് വേണം എല്ലാ നടപടികളും ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കുക. അതാണ് ആദ്യത്തെ നടപടി. അപ്പോൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. അപ്പോൾ നോട്ടീസ് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതിനൊന്നും സമയമില്ല, വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നോട്ടീസ് ഞങ്ങൾ തയ്യാറാക്കി. ദേശീയ ദുരന്ത നിവാരണ നിയമം ഇന്ന വകുപ്പ് ഇന്ന ഉപവകുപ്പ് അനുസരിച്ച് താഴെ പറയുന്ന നോട്ടീസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ നിങ്ങൾ കയ്യേറിയതായി കാണുന്നു. ഈ കയ്യേറ്റം 24 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ ബലാത്കാരമായി അത് നീക്കുന്നതും അതിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നതുമാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തയ്യാറാക്കി ഒപ്പുവെച്ച് സീലും വെച്ച് എല്ലാ കയ്യേറ്റങ്ങളുടെ കെട്ടിടങ്ങളുടെയും മുമ്പിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കളക്ടറോട് പറഞ്ഞു, 24 മണിക്കൂർ തികയുന്ന നിമിഷത്തിൽ ആരും തന്നെ ഇടിച്ചു കളയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 24 മണിക്കൂർ തികയുന്ന നിമിഷത്തിൽ ഇത് മുഴുവൻ ഇടിച്ചു കളഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കളക്ടറും സബ് കളക്ടറും മറ്റ് ഞങ്ങളുടെ റവന്യൂ അതോറിറ്റീസും എല്ലാം കൂടെ, തഹസിൽദാര്, വില്ലേജ് ഓഫീസർ, ഞങ്ങൾക്കൊരു വലിയൊരു ആർമിയുണ്ട്. അപ്പൊ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ബുൾഡോസറുകളും എല്ലാം കൊണ്ട് ഈ പ്രദേശങ്ങളിൽ കൊണ്ടങ്ങ് രാത്രി തന്നെ പാർക്ക് ചെയ്തു. അപ്പൊ തന്നെ ജനത്തിന് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുക, എന്താ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ രാവിലെ കറക്റ്റ് സമയമായ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബുൾഡോസർ കൊണ്ട് എല്ലാം ഇടിച്ചു കളഞ്ഞു. അത് മുഴുവനും നീക്കി. എല്ലാ കയ്യേറ്റങ്ങളും, ആ ഭാഗത്തുള്ള കണ്ണിൽ കണ്ട കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചു. അങ്ങനെ ഒഴിപ്പിച്ച് വന്നപ്പോൾ നമ്മുടെ അഭേദാനന്ദ ആശ്രമത്തിന്റെ അടുത്ത് വന്ന സമയം, അഭേദാനന്ദാശ്രമം എന്ന് പറഞ്ഞാൽ പഴവങ്ങാടി ഗണപതി കോവിലിന്റെ പിന്നിലുള്ളതാണ്. അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ ആയിട്ട് വരും. അപ്പൊ അവിടെ ചെന്നപ്പോഴേ, ഈ ഗണപതി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ, അവിടെ ശ്രീകോവിൽ വരെ വൃത്തികെട്ട വെള്ളം കയറി കിടക്കുകയാണ്. ഒരാൾക്ക് അതിനകത്തൊരു അമ്പലത്തിലോട്ട് കയറാൻ നിവൃത്തിയില്ല. എന്തൊരു അന്യായമാണ്. അവിടെ നിന്നും നോക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ഓടയുണ്ട്. അവിടെ അതെല്ലാം നികത്തിയിട്ട് തേങ്ങാ കച്ചവടക്കാർ തേങ്ങ വിൽക്കുകയാണ്. കാരണം അവിടെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പൊ തേങ്ങ കൊണ്ട് ഭക്തന്മാർ അവിടെ ഉടയ്ക്കുന്നു. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാട്. അപ്പൊ ആ വെള്ളം പോകാനുള്ള, തേങ്ങ ഉടയ്ക്കുമ്പോഴും പുറത്തു പോകുന്ന വെള്ളം, തേങ്ങാ വെള്ളം കളക്ട് ചെയ്യാൻ ഒരു ഓവുണ്ട്. ആ ഓവ് ഒരു ഓടയിലേക്കാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പുറകോട്ട് പോകുമ്പോൾ അതിന് ആ ഓടയിൽ കൂടെ പടിഞ്ഞാട്ട് പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ച, അവിടെ പുറകിലുള്ള കുറെ കടകൾ ഉണ്ട്, ടെക്സ്റ്റൈൽസും മറ്റ് പ്രൊവിഷൻ സ്റ്റോഴ്സും ഒക്കെ ഉണ്ട്. അവർ ചെയ്തിരിക്കുന്ന ഈ ഓടകളൊക്കെ നികത്തിയിട്ട് സ്ലാബ് ഇട്ടിട്ട് അതിന്റെ മീതെ സെമി പെർമനന്റ് ഷെഡ് കെട്ടി അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളെ, അവിടെ ജോലി ചെയ്യുന്നവരെയൊക്കെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് അഭേദാനന്ദാശ്രമത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു കൂറ്റൻ ആൽമരം നിൽപ്പുണ്ട്. ആൽമരം നിൽക്കുന്ന കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു, അങ്ങോട്ട് പോകില്ല. പിന്നെ വെള്ളം എങ്ങോട്ട് പോകും? അതെല്ലാം പത്മതീർത്ഥ കുളത്തിലേക്ക് പോകും. അപ്പൊ ഈ അഴുക്ക് വെള്ളം എല്ലാം ചെന്ന് പത്മതീർത്ഥ കുളത്തിൽ ചെന്ന് അതിന്റെ സാങ്ക്ടിറ്റി മുഴുവനും ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത്. തുടങ്ങി ചെന്ന് ഈ അഭേദാനന്ദാശ്രമത്തിന്റെ അവിടെ ആൽമരം കണ്ടിട്ട് അത് മാറ്റിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്ന് ബഹളം വെച്ചു. ഇത് ദിവ്യമരമാണ്, ഇത് തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പോലീസുകാരെ അയച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മരത്തിന് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എന്ത് ദിവ്യത്വമാണ് ഇത്? ഈ മരം ഇവിടെ നിൽക്കുന്ന കാരണം ആണ് ഈ പ്രശ്നം മുഴുവനും. ഇത് വേരോടെ പിഴുതു കളയാൻ പറ്റുമെങ്കിൽ അങ്ങ് പിഴുതു കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ദേ പൂജാരി പറഞ്ഞത് കേട്ടില്ലേ, ഇനി എന്താ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അവിടെ താഴെയൊക്കെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഈ വിഗ്രഹങ്ങൾക്ക് സാങ്ക്ടിറ്റി വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, സാറേ അതൊക്കെ നാഗവിഗ്രഹങ്ങളാണ്. അത് പണ്ട് തൊഴിലാളികൾ പോകുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അതെല്ലാം കൂടെ കൂട്ടി അവിടെ ഒന്നേ ഉള്ളൂ. അതിനൊന്നും ഒരു ദിവ്യത്വവും ഇല്ല എന്ന് പറഞ്ഞു. പറയാത്ത താമസം ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു. മരത്തിന്റെ കൊമ്പുകൾ എന്റെ മുമ്പിൽ, ഇവരുടെ എല്ലാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചില്ലകളൊക്കെ വെട്ടാൻ പറഞ്ഞു. ചില്ലകളെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇത് കൂറ്റൻ ആൽമരമാണ്. അതിന്റെ കട വെട്ടാനായിട്ടുള്ള യന്ത്രങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കളക്ടറോടും സബ് കളക്ടറോടും പറഞ്ഞു, നാളെ രാവിലെ 5 മണിക്ക് മുമ്പ് ഇത് വെട്ടി മാറ്റിയിരിക്കണം എന്ന്. ഞാനിവിടെ 5 മണിക്ക് വരുമ്പോൾ ഇത് കാണരുത്, ഒരു കുറ്റി പോലും ഇവിടെ കാണരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോയി. പാവങ്ങള് അന്ന് രാത്രിയിൽ വളരെ ബന്ധപ്പെട്ട് എവിടുന്നൊക്കെയോ വലിയ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ രാവിലെ പുലർച്ചെ 5 മണിക്ക് തന്നെ എത്തി. 5 മണിക്ക് എത്തിയപ്പോൾ എല്ലാം ക്ലീനായി കിടക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അവിടെ നടന്നു. ഈ ഓപ്പറേഷന്റെ കൂട്ടത്തിൽ ഉണ്ടായ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. ഞാൻ അവിടെ കിഴക്കേക്കോട്ടയിൽ ചെല്ലുന്ന സമയത്ത് ഒരു പാവപ്പെട്ട വല്യമ്മ എന്നെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വല്യമ്മ കരയുന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, എന്റെ കക്കൂസ് കൂടി അവർ ഇടിച്ചു കളഞ്ഞു, ഇനി അമ്മൂമ്മ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു. ഒരു പാവപ്പെട്ട വല്യമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഒരു ഒറ്റ മുറിയിലാണ് അവരുടെ വീട്. അപ്പൊ അവരുടെ പിന്നിലൊരു ചെറിയ കക്കൂസ് ഉണ്ടായിരുന്നു. ഈ ക്ലീനിങ് ഓപ്പറേഷനിൽ അതും അങ്ങ് ഇടിച്ചു കളഞ്ഞു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് ഇനി എവിടെ പോകും എന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങൾ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഞാൻ PWDക്കാരോട് അമ്മൂമ്മയ്ക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. എത്രയും വേഗം ചെയ്യണമെന്നും പറഞ്ഞു. ഇത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്തെന്ന് വെച്ചാൽ അവിടെ വെളിയിലും ഇവിടെ എല്ലാം കൂടെ തോണ്ടിയിട്ടപ്പോഴേ അമ്മച്ചിക്ക് ഒരുപാട് ഇതായി. പക്ഷേ ഇവിടെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഇവിടെ ബാത്റൂം ഇതെല്ലാം കൂടെ തറമട്ടം. ഞാൻ 11 മണിക്ക് ഈ ബാങ്കിൽ പോയി എൻ്റെ കുറച്ച് പൈസ എടുക്കാമെന്ന് പറഞ്ഞ് ബാങ്കിൽ പോയപ്പോൾ അവിടെ നിന്ന് 2-3 ആളുകൾ പറഞ്ഞ്, പിന്നെ അമ്മച്ചി ചീഫ് സെക്രട്ടറിയെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മോനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിക്ക് ഉടനെ തന്നെ അത് ശരിയാക്കും. 3 മണിയായപ്പോഴേക്ക് ചട്ടിയിൽ സിമെൻറ്റും ഇത് കരണ്ടിയൊക്കെ കൊണ്ടുവന്ന് കതവ് തട്ടി. മോൻ വിളിച്ചപ്പോഴെനിക്ക് കുറച്ചൊരു അവർ വന്നപ്പോൾ ചെയ്യുമോ എന്ന് എനിക്ക് ഇതില്ല. പക്ഷെ മോൻ വിളിച്ചപ്പോൾ ഓട്ടം വന്ന് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കക്കൂസ് അവിടെ ഉണ്ടാക്കിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ഈ ആക്ഷനൊക്കെ നടക്കുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ആക്ഷൻ ആയതുകൊണ്ട് ഇതെല്ലാം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കൂടും. അപ്പൊ അവിടെ ചെന്നപ്പോഴേ ഞാൻ കക്കൂസ് കെട്ടിയൊന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ അമ്മൂമ്മ വളരെ സന്തുഷ്ടയായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മൂമ്മയ്ക്ക് തൃപ്തിയായില്ലേ? അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, മോനെ തൃപ്തിയായി, പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു, അതെന്താ? ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു, കക്കൂസ് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു, അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, അതെ, മോനല്ലേ എനിക്ക് കക്കൂസ് തന്നത്, അതുകൊണ്ട് ഇത് മോൻ തന്നെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പറഞ്ഞു, അമ്മൂമ്മ, ഞാൻ 36 വർഷമായി സർവീസ് ചെയ്യുന്നു, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെ ഒരു കക്കൂസ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, വേറെ പല ഉദ്ഘാടനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, മോൻ അത് ചെയ്യണം. നമ്മൾ കളക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ, ചീഫ് സെക്രട്ടറി തന്നെ വേണമെന്നുണ്ടോ? ആളുകളെല്ലാം കൂട്ടച്ചിരിയായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു, അമ്മൂമ്മ വിഷമിക്കണം, ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്താൽ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തടി തപ്പി. ഈ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഞാൻ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഓഫീസിൽ വന്നിട്ട് എൻ്റെ എഞ്ചിനീയർമാരോട് ചോദിക്കുകയാണ്, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ ഒരു
വേസ്റ്റ് ഡിസ്പോസൽ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാവണമല്ലോ, ഒരു മാപ്പില്ലേ നിങ്ങൾക്ക്, അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, അയ്യോ സാറേ അങ്ങനെ ഒരു മാപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പിന്നെ മാപ്പില്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞു, അത് ഞങ്ങൾ ഊഹത്തിനൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യും, അല്ലാതെ അതിന് മാപ്പൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നഗരം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. അപ്പൊ അവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്ലാൻ ഇല്ല. ആ പ്ലാൻ ഇല്ലാതെ ഓരോ വർഷവും ഇങ്ങനെ ഗവൺമെന്റ് ഇതുപോലെ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുമ്പോൾ കുറെ കാശ് അടിയന്തരമായിട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും ഇത് നിങ്ങൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഓർഡറുകൾ കെട്ടണം എന്തെങ്കിലും പറയും. ഇത് തന്നെ തക്കമെന്ന് നോക്കി ഓരോരുത്തരും ഓരോ രീതിയിൽ അങ്ങ് ഓർഡർ കെട്ടും. ഓർഡർ കെട്ടുമ്പോൾ അറിയാമല്ലോ, അതിന്റെ ഗ്രേഡിയന്റ് ഒന്നും നോക്കില്ല, എങ്ങോട്ടാണ് ഒഴുക്കുന്നത് നോക്കില്ല. അവര് വേഗത്തിൽ ഒരു ഓഴയും കെട്ടി അങ്ങ് തീർക്കും. ഇതാണ് പരിപാടി, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ വളരെയധികം രോഷം കൊണ്ടു. എനിക്കൊന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട ദിവസം അതായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവര് യാതൊരു ഉത്തരവാദിത്വമില്ലാതാണ് പറയുന്നത്. ഇവിടെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുക. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ്. അങ്ങനെ കാരണം ഞാൻ കുറെ ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, സാറേ പണ്ട് മഹാരാജാവിന്റെ കാലത്ത്, തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിപ്പോ എന്ത് ചെയ്യും, എവിടുന്ന് കണ്ടുപിടിക്കും? അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അത് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ കാണും. ഉടൻ തന്നെ സബ് കളക്ടറെ പറഞ്ഞയച്ചു. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയ പ്ലാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയി തപ്പി പ്ലാൻ കൊണ്ടുവന്നു. അന്നത്തെ ദിവാൻ, എല്ലാവരാലും വെറുക്കപ്പെടുന്ന CP രാമസ്വാമി അയ്യരായിരുന്നു. അപ്പൊ CP രാമസ്വാമി അയ്യര് അദ്ദേഹം ദിവാനായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു എഴുതിയ ഫയലിൽ, അദ്ദേഹത്തിന്റെ മനോഹരമായ കൈപ്പടയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, തിരുവനന്തപുരം നഗരത്തിലെ അടിക്കടി മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ട ഒരു പദ്ധതി തയ്യാറാക്കണം, അതിനൊരു പ്ലാൻ വേണം, അതിന്റെ വെള്ളം 5 മിനിറ്റ് കൊണ്ട് കടലിൽ ചെന്ന് ചേരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ചീഫ് എഞ്ചിനീയർക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ചീഫ് എഞ്ചിനീയർ അത് നോക്കിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി ആ ഫയലിനകത്തുണ്ട്. ആ ഫയൽ നോക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റി 7 കുന്നുകളുടെ മീതെയാണ് സിറ്റി. അപ്പൊ അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്നും വരുന്ന ഓർഡറുകൾ എങ്ങോട്ടാണ് പോകേണ്ടത് അതെല്ലാം കൂടി പോകുന്നതാണ്. പിന്നെ പാർവതി, പുത്തനാർ എന്നൊക്കെ പറഞ്ഞ ഈ തോടുകളിൽ കൂടെ പോയി കടലിൽ ചെന്ന് ചേരുന്നതാണ് ഈ പ്ലാൻ. ഈ പ്ലാൻ ഇപ്പോഴും നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നു. വാസ്തവത്തില് ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് ഒരു തോടില്ല. അതിന്റെ യഥാർത്ഥ പേര് അതല്ലായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഒബ്സർവേറ്ററി ഹില്ലുണ്ട്, ഒബ്സർവേറ്ററി കുന്ന്. അവിടെ നിന്ന് അതിന്റെ പുറകിൽ കൂടെ ഒരു തോട്. അപ്പൊ ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ ഫിൽട്രേഷൻ പ്ലാന്റ് അവിടെയുണ്ട്. അപ്പൊ അതിൽ നിന്ന് പോകുന്ന അധികം വരുന്ന വെള്ളങ്ങളെല്ലാം ഒഴുകി പോകാനായിട്ടൊരു ഓടയുണ്ട്. ആ ഓട ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്നും പോയി കണ്ണമ്മൂല വരെ എത്തും. 11-11.5 കിലോമീറ്റർ ആണ് ദൂരം. തോടിന് പഴവങ്ങാടി തോടെന്നാണ് പറയുന്നത്, അല്ലാതെ ആമയിഴഞ്ചാൻ തോടല്ല അത്. അത് കഴിഞ്ഞിട്ട് എടത്തറ വഴി കിംസ് ഹോസ്പിറ്റലിന്റെ അടുത്തുകൂടെ പോയി ആക്കുളം കാലത്തിൽ ചെല്ലുന്ന മറ്റൊരു തോടുണ്ട്. ശരിക്കൊന്ന് 15-16 കിലോമീറ്റർ ദൂരം കാണണം. ഇത് അതായത് കണ്ണമ്മൂലയിൽ നിന്നും ഒഴുകുന്ന തോടാണ്. ഇതാണ് ആമയിഴഞ്ചാൻ തോടെന്ന് അറിയപ്പെടുന്നത്. ഇത് പരിഹാസ രൂപേണ ഇട്ട പേരായിരിക്കണം, കാരണം ഒഴുക്ക് അത്രമാത്രം വേഗത്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാവണം ഇതിന് ആമയിഴഞ്ചാൻ. ഒരു തമിഴ് ചൊവ്വയുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ച് തമിഴ് ചൊവ്വയുള്ള മലയാളത്തിലാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ഈ പേര് അങ്ങനെ ഒരു പരിഹാസ രൂപേണ ഉണ്ടായ പേരാണ് ഈ ആമയിഴഞ്ചാൻ. ആമ ഇഴയുന്ന രീതിയിൽ വെള്ളം പോകുന്നു എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ഒരു തോട് മാത്രമല്ല, വേറെ 4 പ്രധാനപ്പെട്ട തോടുകൾ ഈ മെയിൻ തോടിൽ വന്ന് ചേരുന്നുണ്ട്. ഒന്ന് കുന്നുകുഴി തോടെന്ന് പറയും, അത് ബാർട്ടൺ ഹില്ലിൽ നിന്നും ഒഴുകുന്ന തോടാണ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം വരും. പിന്നെ ഒരു പട്ടം തോടുണ്ട്, അത് പിന്നെ കൊടപ്പനക്കുന്നിൽ നിന്നും ഒഴുകി മർപ്പാൻകോട്, ചൂഴമ്പാല, പിന്നെ വയലിക്കട, മരപ്പാലം, പട്ടം, പ്ലാമൂട്, ഇങ്ങനെ പറഞ്ഞ് ഗൗരീശവട്ടം, കണ്ണമ്മൂല, ഇങ്ങനെ വരുന്ന ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിലുള്ള വേറൊരു തോടുണ്ട്. ഇനി മറ്റൊന്ന് ഉള്ളൂർ തോടാണ്. അത് പോത്തൻകോട് നിന്നും അവിടുത്തെ കുന്നുകളിൽ നിന്ന് നമുക്ക് ഒഴുകിയെത്തുന്ന ഒരു ഓടയാണ്. ശ്രീകാര്യം വഴി എടവക്കോട്, ഉള്ളൂര്, പിന്നെ ചാലക്കുഴി, നമ്മുടെ കോസ്മോ ഹോസ്പിറ്റല്, മുറിഞ്ഞപാലം, ഇങ്ങനെയൊക്കെ പോയിട്ട് അത് പട്ടംതോട്ടിൽ ചെന്ന് ചേരും. ഇതൊരു 6-6.5 കിലോമീറ്റർ ദൂരമുണ്ട്.
അപ്പൊ ഇങ്ങനെ പിന്നെ ഈ ഇടയ്ക്കൊക്കെ കുറെ ചെറിയ ചെറിയ തോടുകളുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് കുറെയൊക്കെ നിശ്ചയമുണ്ട് ഇത് എവിടേക്കൂടെയൊക്കെ പോകുന്നത്. പിന്നെ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വളരെ ഗഹനമായി അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ പറഞ്ഞ ചെറിയ തോടുകൾ നമ്മുടെ പ്രശാന്ത് നഗർ മെഡിക്കൽ കോളേജിൽ നിന്ന് മഞ്ചാടി, പിന്നെ കുന്നുവിള, അങ്ങനെയുള്ള ചെറിയ ചെറിയ തോടുകളുണ്ട്. പക്ഷെ അതിന്റെ മീതെയെല്ലാം ഇപ്പം നമ്മൾ സ്ലാബ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തോട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും പറയാനാവില്ല. ഇനി നമ്മളിപ്പോഴ് ഈ ഇത്രയും വലിയൊരു ശൃംഖലയെല്ലാം കൂടെ ചേർന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജന തോടുകൾ. ഇതിൽ കൂടി ഒഴുകിയാണ് പാർവതി പുത്തനാറിലെത്തി അത് കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പോഴേ ഇവിടെ ഇപ്പൊ ഈ നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഈ വലിയ പ്രശ്നം എന്തായിരുന്നു? ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലൂടെ പിന്നെ 117 മീറ്റർ നീളമുള്ള ഒരു ടണലുണ്ട്. അതിന്റെ എല്ലാം കൂടി അവിടെ റെയിൽവേയുടെ പ്രിമിസസിൽ കൂടി പോകുന്ന തോടിന് ഈ 117 കിലോമീറ്റർ ടണലാണ്. ബാക്കി എല്ലാം കൂടി ചേർന്ന് 140 മീറ്റർ ദൂരം ഈ തോട് റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ കൂടെ പോകും. അപ്പൊ ഇവിടെ ഈ ഭാഗത്തു നിന്ന് നഗർ ചെങ്കച്ചോള വഴി ഒഴുകിയെത്തി മോസ്ക് ലൈൻ വഴി ബസ് സ്റ്റേഷന്റെ പുറകിൽ കൂടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സൈഡിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ കൂടെ പോകുന്നതാണ്. ആ ഭാഗത്താണ് ഈ 140 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ റെയിൽവേ പ്രോപ്പർട്ടിയുടെ അടിയിൽ കൂടെ പോകുന്ന ഈ തോടിന് റെയിൽവേയുടെ അംഗീകാരം ഇല്ലാതെ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. ഇപ്പൊ റെയിൽവേയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം, പിന്നെ ആർമിയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ആർമിയുടെ വേണം, ഇനി അല്ല എയർപോർട്ട് ആണെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ വേണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അന്ന് ഇത് ഓപ്പറേഷൻ നടത്തിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴാണ് കാണുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലുള്ള തോടില് മുഴുവനും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് മാറ്റാതെ വെള്ളം അങ്ങോട്ട് പോവില്ല. കാരണം അവിടെ നിന്ന് പോയി സെൻട്രൽ തിയേറ്റർ വഴി അങ്ങോട്ട് പടിഞ്ഞാട്ട് പോകണം. അപ്പൊ അത് പോകണമെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ക്ലീൻ ചെയ്താൽ നോക്കുമ്പോൾ അവിടെ പറയുന്നു വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. മുഴുവനും മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യങ്ങള്, പിന്നെ എനിക്ക് പറയാൻ വയ്യ, അതുപോലുള്ള എല്ലാ വൃത്തികെട്ട സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ റെയിൽവേക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് മേലധികാരികളുടെ അറിവും അംഗീകാരവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ഉടൻ ചെയ്യണം, കാരണം ഇത് മാറ്റിയില്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, നിങ്ങൾ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഞാനത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടെ മുൻപിൽ വെച്ച് റെയിൽവേ ബോർഡ് ചെയർമാനെ ഫോൺ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ്, അതിന് ഞങ്ങൾ എന്തിനു തടസ്സം നിൽക്കണം? ഒരു പ്രശ്നവും ഇല്ല, സാറെ ഫോൺ അങ്ങോട്ട് എൻ്റെ DRMന്റെ കയ്യിലോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ DRMന്റെ കയ്യിൽ ഫോൺ തിരിച്ചു കൊടുത്തു. റെയിൽവേ ബോർഡ് ചെയർമാൻ അപ്പോൾ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഞങ്ങൾ അവിടെ ക്ലീൻ ചെയ്തു. 700 ലോഡ് മാലിന്യമാണ് അന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് അവിടെ നിന്നും നീക്കം ചെയ്തത്. ആദ്യം ഇത് നീക്കം ചെയ്യാൻ പോകുന്ന തൊഴിലാളികളെല്ലാം അവിടെ മോഹാലിസ്യപ്പെട്ട് വീഴും. കാരണം ഈ ടണലിൽ ഈ അഴുക്കെല്ലാം കിടന്നിട്ട് പിന്നെ പോയിസണസ് ഗ്യാസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ശ്വസിച്ചാൽ അവിടെ മോഹാലിസ്യപ്പെട്ട് വീഴും. അപ്പൊ ആരും ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വിനോദ് എന്തോ പേരുള്ള ഒരു പാവപ്പെട്ട ഒരു കോൺട്രാക്ടറും അദ്ദേഹത്തിന്റെ കുറെ തൊഴിലാളികളുമാണ് വളരെ ബന്ധപ്പെട്ട് ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. യന്ത്രക്കൈകളുടെ സഹായത്തോട് ഇതൊക്കെ വലിച്ചെടുത്ത് കൊണ്ട് കളയുകയായിരുന്നു. അങ്ങനെ 700 ലോഡ് മാലിന്യമാണ് അന്ന് അവിടെ നീക്കം ചെയ്തത്. അപ്പൊ ഇത് സാധ്യമായത് അത് കാരണം ബാക്കി എല്ലാ ക്ലീനിങ്ങും എല്ലാം നടന്നു. ഞങ്ങൾ ഓടകളൊക്കെ വലുതാക്കി. ഓടകൾ വലുതാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? കാരണം അതിനകത്ത് ചില സ്ഥലത്ത് പൈപ്പ് പോവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് പൈപ്പാ, ആരുടെ പൈപ്പാ? അപ്പൊ എഞ്ചിനീയർ ഇങ്ങനെ തട്ടി നോക്കിയിട്ട് പറയും, സാറേ ഇത് കുടിവെള്ളമാണെന്നാ തോന്നുന്നത്. ഈ മാലിന്യം പോകുന്ന ഓടകളിലെ ക്ലാമ്പ് വെച്ചിട്ട് പൈപ്പുകൾ വെച്ചിരിക്കുകയാണ്. എന്തൊരു അന്യായമാണ് നോക്കണം. അതുവഴി അല്ലായിരിക്കണം പോകേണ്ടത്. അന്നത്തെ കോൺട്രാക്ടർ സൗകര്യപൂർവ്വം ഇവിടെ കൊണ്ട് അങ്ങ് ഫിറ്റ് ചെയ്തതായിരിക്കണം. അവിടെ കാണാൻ ഒരു ലീക്ക് ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു ദൈവമേ ഈ പൈപ്പിൽ കൂടിയൊക്കെ പോകുന്ന വെള്ളം കുടിച്ചാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് അന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ഉണ്ടായി. ഇത് പിന്നെ അതിനകത്ത് പിന്നെന്താണ്, ഇലക്ട്രിസിറ്റി കേബിളുകളുണ്ട്, BSNL കേബിള്, റിലയൻസിന്റെ കേബിള്, ഇതെല്ലാം കിടപ്പുണ്ട്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ കേബിളുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. അപ്പൊ ഇത് മാറ്റാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല.
അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ BSNL-കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ അയാൾ പറയും സാറേ ഞങ്ങൾക്ക് മോളിൽ നിന്ന് അംഗീകാരം വേണം. റിലയൻസിന് എല്ലാവർക്കും ഇത് തന്നെയാണ്. ആർക്കും ഇവിടെ താഴെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ അവരുടെ അധികാരികളെയൊക്കെ വിളിച്ച് സംസാരിച്ച് എത്രയും വേഗം ഇത് ചെയ്യണം. ഏതായാലും ഞാനെന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് ഞാനത് എല്ലാത്തിനകത്ത് ഇടപെട്ടു. എല്ലാ കേബിൾസൊക്കെ മാറ്റി, എല്ലാത്തിനും വീതി കൂട്ടി, ആഴം കൂട്ടി, ചുറ്റുമതിലുകൾ കെട്ടി, ചില സ്ഥലങ്ങളിൽ പിന്നെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടാവുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ടു. പിന്നെ വയമെഷ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വയമെഷ് വെച്ചു, ആളുകൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി. ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തിലുള്ള ഓടകളാണ് അന്ന് വൃത്തിയാക്കി, വലുതാക്കി, വീതി കൂട്ടി ഇങ്ങനെ സംരക്ഷിച്ചെടുത്തത്. ഇങ്ങനെ ചെയ്തത് അതിന് ഏകദേശം ഞങ്ങൾ 60 കോടി രൂപ ചെലവഴിച്ചു. അന്ന് അതിനൊരു ബഡ്ജറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഫിനാൻസ് സെക്രട്ടറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എവിടെയാണ് പണമുള്ളത്, എവിടെ നിന്നാണെന്ന് എനിക്കറിയണ്ട, എനിക്ക് പണം കിട്ടിയേ പറ്റുള്ളൂ, എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. കാരണം യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്ത് തീർക്കണം എന്നൊരു ബ്ലാങ്കറ്റ് പെർമിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് എനിക്ക് നൽകിയതാണ്. പിന്നെ എനിക്ക് ഇടവും വല്ലതും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതായാലും ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞു, ഇല്ല സാറേ ഞാൻ ആ പണമൊക്കെ കൊണ്ട് എത്തിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ പണമെല്ലാം കിട്ടി. ഞങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി. 2016 ഫെബ്രുവരി 29 ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഞാനിതിൻ്റെ 2ാം ഘട്ടം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഈ 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 30 കിലോമീറ്റർ ദൂരമുള്ള ഓടകൾ മാത്രം വൃത്തിയാക്കിയാൽ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്കമൊന്നും തീരില്ല. ഒരുപാട് കൈത്തോടുകളുണ്ട്. ഞാൻ നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞല്ലോ. ആ തോടുകളെല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെ വലുതാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം പോകണമെങ്കിൽ ഇത് ചെയ്യണം. പിന്നെ ഇതിനകത്ത് മാലിന്യം കൊണ്ടിടില്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ലഭിക്കുന്ന മാലിന്യം സംസ്കരിക്കാൻ വേണ്ട പ്ലാന്റുകൾ ഉണ്ടാവണം. ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമാകുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഖരമാലിന്യം കൂടിക്കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. വള്ളക്കടവ്, വലിയതുറ, പിന്നെ ഭീമാപള്ളി മോസ്കിന്റെ പുറവശം, ഭീമാപള്ളി ആകാശവാണി കോമ്പൗണ്ട്, മത്സ്യഫെഡിന്റെ ഓഫീസിന്റെ അടുത്തുള്ളത്, മുട്ടത്തറ സ്ട്രെച്ച്, NH 66 ബൈപ്പാസില്, പിന്നെ തകരപ്പറമ്പ് ആമയിഴഞ്ചാൻ സ്ട്രെച്ച്, ആക്കുളം ലേക്കിന്റെ ചുറ്റും, ടെക്നോ പാർക്ക് റീജിയൻ. ടെക്നോ പാർക്കിൽ രണ്ട് കുളങ്ങളുണ്ടായിരുന്നു, എല്ലാം നികത്തി. കംപ്ലീറ്റ് കൊളാപ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് താമസമേന. പിന്നെ തെറ്റിയാർ എന്ന് പറഞ്ഞ ഒരു നമ്മളെ ആക്കുളം ലേക്കിലേക്ക് പോകുന്ന ഒരു തോടാണ്. അത് ഈ ടെക്നോ പാർക്ക് വഴി പോകുന്ന ഒന്നാണ്. പിന്നെ കോട്ടൂർ, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പ്രദേശങ്ങൾ, ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള അഴുക്കുകൾ, പിന്നെ പേരൂർക്കട വഴയില ഭാഗത്തുള്ള പൈപ്പ് ലൈൻ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്ന വഴി, അബ്ദുൽ കലാം പാർക്ക്, തുമ്പ, ശ്രീകാര്യം, മെഡിക്കൽ കോളേജ്, ചാല ബസാർ, കിള്ളിപ്പാലം, സ്ക്രാപ്പുകളൊക്കെ വിൽക്കുന്ന കിള്ളിപ്പാലം നമ്മുടെ ചാല പ്രദേശത്ത്, ഇവിടെ എല്ലാം ഖരമാലിന്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. പിന്നെന്താണെന്നറിയാമോ, ഈ അവിടെ ചാല ബസാറിലുള്ള ഇറച്ചി കച്ചവടക്കാരൊക്കെ അവിടെ ഇറച്ചി കച്ചവടം എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന ഉച്ഛിഷ്ടങ്ങളെല്ലാം കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് പന്നി ഫാമിന് കൊടുക്കും. പന്നി ഫാമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കോൺട്രാക്ടർ വന്ന് ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഒരു ചെറിയ വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകും. അപ്പം നമ്മുടെ വിചാരം ഇതൊക്കെ പന്നി ഫാമിൽ പോകുന്നു എന്നാണ്. ഇല്ല, ഇത് പന്നി ഫാമിലൊന്നും പോകുന്നില്ല. ഇതെല്ലാം അയാൾ അവിടെ നിന്ന് എടുത്ത് നേരെ നമ്മുടെ ഈ തോട്ടിൽ കൊണ്ടങ്ങ് എറിയും. അപ്പൊ പിന്നെ എറിയുമ്പോൾ പിന്നെ എങ്ങനെ അത് പോകും? ഇപ്പൊ തന്നെ ജോയുടെ മൃതദേഹം കണ്ട സ്ഥലത്ത് വഞ്ചൂർ പൗര ഹോമിന്റെ പിന്നിലുള്ള തോട്ടിലാണ്, അവിടെ മാലിന്യ കൂമ്പാരത്തില് ഈ മൃതദേഹം വന്ന് കെട്ടി അവിടെ തടഞ്ഞു കിടക്കുകയായിരുന്നു. അത് ആരും ശ്രദ്ധിച്ചില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അവിടെ ഈ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് കൊണ്ട് മുമ്പോട്ട് പോകാൻ, മൃതദേഹത്തിന് മുമ്പോട്ട് ഒഴുകാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ പെട്ടുപോയതാണ്. അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്, ഈ ശുചീകരണ തൊഴിലാളികള് ചാക്കുകൾ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അപ്പൊ എനിക്കറിയാം ഇതിനകത്ത് എന്താന്ന്. ഇത് മുഴുവൻ ഇറച്ചി മാലിന്യങ്ങളാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഈ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഇത് ചെയ്യുന്നതാണ് ഈ പ്രശ്നത്തിനെല്ലാം അടിസ്ഥാന കാരണം. തിരുവനന്തപുരം നഗരത്തില് ഒരു മാലിന്യ പ്ലാന്റ് ഇല്ല. അറിയാമോ, നമുക്ക് വെള്ളപ്പിൽശാലയിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് ആലോചിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം തുടങ്ങി, ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനം അത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്താൽ എവിടെയെങ്കിലും കൊണ്ട് തീകരിച്ച് കളയുകയല്ലല്ലോ വേണ്ടത്. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ.
അപ്പോൾ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു സുസ്ഥിരമായ ഒരു പദ്ധതി ഇവിടെ ഉണ്ടായേ തീരുകയുള്ളൂ. അപ്പോൾ എനിക്കറിയാം, ഇത് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്നു, എങ്ങും സ്ഥലമില്ല, എവിടെയാണ് ഫ്രീ ലാൻഡ് കിടക്കുന്നത്? ഇതൊന്നും സാധ്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മാർഗങ്ങൾ ആലോചിക്കണം, ഇല്ലേ? ഇപ്പം ലോകത്തിൽ ഇതിനേക്കാളുമൊക്കെ പിന്നെ കൂടുതൽ ഖരമാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഈ ഖരമാലിന്യങ്ങൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ?